Good afternoon. Okay, join ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തത്. കുട്ടികൾ കയറട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറിയത്? യെസ്, ഓക്കെ, വെരി ഗുഡ്. കഴിച്ചു, എല്ലാവരും കഴിച്ചു. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ലബോറട്ടറിയുടെ എക്യുപ്മെന്റ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? 2 പേജ് എടുത്തെടുക്കുക കേട്ടോ. എക്യുപ്മെന്റ്സിൽ 2 പോയിന്റ്സോ പറ്റിയോ നമ്മൾ പറഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞു, എക്യുപ്മെന്റ്. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? പേജ് നമ്പർ എത്രയാണ്? 20. പേജ് നമ്പർ 20 കേട്ടോ. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ ആണ് ലബോറട്ടറി. ലബോറട്ടറി സർവീസ് മൊഡ്യൂൾ 2-ലെ 3ാമത്തെ ചാപ്റ്റർ, പേജ് നമ്പർ 20. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ലബോറട്ടറി കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങള്? എക്യുപ്മെന്റ്സ് എങ്ങനെ വേണം തിരഞ്ഞെടുക്കാൻ? Equipment should be chosen to meet the requirements of the laboratory with regards to design and capacity. ആ ലബോറട്ടറിയുടെ ഡിസൈൻ കപ്പാസിറ്റി അതിനനുസൃതമായിട്ട് ഇപ്പൊ ഏത് ടൈപ്പ് ഓഫ് തരത്തിലുള്ള ലബോറട്ടറി ആണ് അവിടുത്തെ ഏത് തരത്തിലുള്ള ലബോറട്ടറി ആണ് അതിനെയൊക്കെ ബേസ് ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ ആവശ്യകതകൾ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് വേണം. മനസ്സിലായില്ലേ? അപ്പൊ ഏത് ടൈപ്പ് സർവീസ് കൊടുക്കുന്ന എങ്ങനത്തെ ലബോറട്ടറി ആണെന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് വേണം ലാബ് തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ 2ാമത്തെ പോയിന്റ് എന്താ? ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ക്വാളിഫൈഡ് ബിഫോർ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ക്ലിനിക്കൽ യൂസ്. ക്ലിനിക്കൽ യൂസിന് ഉപയോഗിക്കുന്നതിന് മുന്നേ എല്ലാ എക്യുപ്മെന്റ്സും എന്താ? ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലേ? അത് നല്ല ഗുണനിലവാരം തന്നെ ഉള്ളതായിരിക്കണം. എല്ലാ എക്യുപ്മെന്റ്സും എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഓക്കെ ആയിരിക്കണം. എത്ര പോയിന്റ്സ് നമ്മൾ പറഞ്ഞ? 2 എണ്ണാണോ പറഞ്ഞുള്ളൂ? ഇത് 3 എണ്ണം. 3 പോയിന്റ്സ് ആണോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആര്യ, മനീഷ്, വിഷ്ണു എത്ര പോയിന്റ്സ് പറഞ്ഞായിരുന്നു നമ്മള്? 2 പോയിന്റ്. ഓക്കെ, 2 എണ്ണാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, ഇനി 3rd പോയിന്റ് എന്താന്ന് നോക്കിയേ. ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും എല്ലാ എക്യുപ്മെന്റ്സും എങ്ങനെയായിരിക്കണം? യൂസബിൾ കണ്ടീഷൻ ആയിരിക്കണം. അതായത് നമ്മൾ എടുക്കാൻ നേരത്തെ അയ്യോ അത് കേടാണ് അല്ലെങ്കിൽ അങ്ങനെ. പേജ് നമ്പർ എത്രയായിരുന്നു? 20യോ? 20 ആണോ? ഓക്കെ, 20. അപ്പൊ എല്ലാ സമയത്തും നമുക്ക് എക്യുപ്മെന്റ്സുകള് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരിക്കണം. അല്ലാതെ എടുക്കുന്ന സമയത്തല്ല നമ്മൾ അത് നോക്കേണ്ടത്. അപ്പൊ എപ്പോഴാണെങ്കിലും ഏത് സമയത്ത് ഉപയോഗിക്കാനും തയ്യാറാവുന്ന രീതിയിലായിരിക്കണം എല്ലാ എക്യുപ്മെന്റ്സും. ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ യൂസ്ഫുൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും യൂസ്ഫുൾ കണ്ടീഷനിലായിരിക്കണം. പേജ് നമ്പർ 20 കേട്ടോ. ഗ്രീഷ്മ, പേജ് നമ്പർ 20 ആണ് 3ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അടുത്ത് നോക്കിയ റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. ഇനി നമുക്ക് ആ എക്യുപ്മെന്റ്സുകൾ അത് കറക്റ്റ് ആയിട്ട് ഒരു കൃത്യമായ ഇടവേളകളിൽ അത് പരിശോധിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കേടുണ്ടോ, എന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒരു റെഗുലർ ടൈമിൽ, ഇപ്പൊ മന്ത്ലിയോ ഒരു മാസം എല്ലാ മാസവും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെ അല്ലെങ്കിൽ പതിവായിട്ട് പരിശോധിക്കണം എന്നാ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ദിവസമാണെങ്കിലും ഒക്കെ ഒരു പതിവായി അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ട് എക്യുപ്മെന്റ്സ് പരിശോധിക്കണം. ക്ലീനിങ്, അതുപോലെ അത് ക്ലീൻ ചെയ്യണം. ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ഷുഡ് ബി പെർഫോംഡ്. അപ്പൊ കൃത്യമായ ഇടവേളകളിൽ എക്യുപ്മെന്റ്സ് പരിശോധിക്കുകയും അത് വൃത്തിയാക്കുകയും അത് മെയിൻ്റനൻസ് ചെയ്യുകയും വേണം. എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തോളണം. ഷുഡ് ബി പെർഫോംഡ്. ഇനി നോക്കിയാൽ മെയിൻ്റനൻസ് പെർഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ മാനുഫാക്ചറർ ഓർ മോർ ആസ് റിക്വയർഡ്. എക്സാമ്പിൾ വിത്ത് ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്സ്. ഇപ്പൊ എക്യുപ്മെന്റ്സ് അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കാലപ്പഴക്കം സംഭവിക്കുമ്പോൾ
അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം ആ റെക്കമെൻഡേഷൻ അനുസരിച്ചായിരിക്കണം മാനുഫാക്ചറിന്റെ ശുപാർശ പ്രകാരമോ അല്ലെങ്കിൽ അത് നമ്മുടെ എന്താണോ നമുക്ക് ആവശ്യാനുസരണം അത് എന്ത് ചെയ്യണം, മെയിൻ്റെനൻസ് നിർവഹിക്കണം. മെയിൻ്റെനൻസ് പെർഫോംഡ്. ഇപ്പൊ നമ്മള് എന്താ ഒരുപാടൊക്കെ ഓവർ യൂസേജ് ചെയ്യുമ്പോൾ എക്യുപ്മെന്റ്സുകളൊക്കെ കാലപ്പഴക്കം സംഭവിക്കുമ്പോൾ അതെന്ത് ചെയ്യണം, അത് നമുക്ക് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ അത് എന്ത് ചെയ്യണം, നമുക്ക് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടി വരും, മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും. ആ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ ശുപാർശ പ്രകാരം ആയിരിക്കണം. ഇനി laboratory should maintain needful instruction for operations and maintenance of equipment in the forms of SOP. അവിടെ SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും SOP, അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഇനി ഈ ലബോറട്ടറിയില് നമ്മള് ഈ എന്താ പറയാ, ഈ നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ആ എക്യുപ്മെന്റ്സ് പ്രവർത്തിക്കണം, അതിന്റെ മെയിൻ്റെനൻസ്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഏതില് SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ വരുന്നത്. SOP എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പൊ അത് നമുക്ക് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാണ്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ SOP എന്ന് പറയുന്നത്. ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് ആർക്ക് വേണ്ടി, സ്റ്റാഫിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ആ എക്യുപ്മെന്റ്സ് പ്രവർത്തിപ്പിക്കണം, എങ്ങനെ അത് ചെയ്യണം എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അതാണ് SOP. അപ്പൊ SOPയുടെ രൂപത്തില് എന്ത് ചെയ്യണം, നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ലബോറട്ടറിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, laboratory should maintain needful instruction. ആ ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇതും വേണം. അത് എന്താ അവിടുത്തെ പ്രവർത്തനങ്ങള്, ആ എക്യുപ്മെന്റ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, അതെങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്തിന്റെ രൂപത്തിലായിരിക്കുന്ന അവിടെ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ആ ഒരു രീതിയിൽ ലാബ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നോക്കിയേ, ഒരു കോപ്പി ഉണ്ടല്ലോ, എ കോപ്പി ഓഫ് ദ സെയിം ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ നിയർ ദ എക്യുപ്മെന്റ്സ്. ഒരു കോപ്പി നമ്മുടെ എക്യുപ്മെന്റ്സിന്റെ അടുത്ത് വെക്കണം. ഇപ്പൊ നമ്മൾ എക്യുപ്മെന്റ്സ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നോക്കിയാൽ പോരെ, നമുക്കത് എങ്ങനെയാന്നുള്ളത് മനസ്സിലാവില്ലേ? അപ്പൊ അതുകൊണ്ട് SOPയുടെ ഒരു കോപ്പി എന്ത് ചെയ്യണം, നിയർ ദ എക്യുപ്മെന്റ്സ്, ആ എക്യുപ്മെന്റ്സിന്റെ അടുത്ത് അവൈലബിൾ ആക്കണം. അവൈലബിൾ നിയർ ദ എക്യുപ്മെന്റ്സ്, എക്യുപ്മെന്റ്സിന്റെ അടുത്ത് അവൈലബിൾ ആക്കണം. ഓക്കെ, അപ്പോ നമ്മള് ഈ ലബോറട്ടറിയില് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ രീതിയിൽ എല്ലാ മെഷീൻസുമായിട്ടൊക്കെ എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം, മെയിൻ്റെനൻസ്, ഇതുമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ രൂപത്തിൽ ഏതാണ് ലാബിൽ സൂക്ഷിക്കണം. ലബോറട്ടറി അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അതിന്റെ ഒരു കോപ്പി അവിടെ തന്നെ വെച്ചോളണം. എല്ലായിടത്തും കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിച്ച് എടുക്കേണ്ട വരും അല്ലേ? ഇതാണെങ്കിൽ ആ എക്യുപ്മെന്റ്സിന്റെ സമീപത്ത് തന്നെ ഒരു കോപ്പിയും ലഭ്യമാക്കണം. ഇനി all the equipment should undergo calibration and verification. എല്ലാ എക്യുപ്മെന്റ്സും അത് കൃത്യമായിട്ടുള്ള പരിശോധന, വെരിഫിക്കേഷൻ ചെയ്യുക, ഒത്തുനോക്കുക. കാലിബ്രേഷൻ എന്ന് വെച്ചാൽ കപ്പാസിറ്റി ആണ് കാലിബ്രേഷൻ. എല്ലാ എക്യുപ്മെന്റ്സും അതിന്റെ കപ്പാസിറ്റി, വെരിഫിക്കേഷൻ, ഇതെല്ലാം ആ കൃത്യസമയത്ത് തന്നെ അത് നടത്തണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, maintenance contract including warranty cards, telephone number of the personnel needed to be contacted in the event of equipment malfunctioning should be kept safely but within the reach for the user. ഇനി നമ്മൾ അവിടെ പറഞ്ഞ മെയിൻ്റെനൻസ് കോൺട്രാക്ട് ഇൻക്ലൂഡിംഗ് വാറന്റി കാർഡ്. വാറന്റി കാർഡ് ഒക്കെ തരൂല്ലേ, നമ്മൾ ഇത്ര വർഷം വാറന്റി ഉണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ മേടിച്ച് കുറച്ച് ദിവസമായിട്ട് കേടായി കഴിഞ്ഞാൽ വാറന്റി കാർഡ് അതുണ്ടെങ്കിൽ നമുക്കത് അവര് ഫ്രീ ആയിട്ട് തന്നെ നമുക്കത് സർവീസ് ചെയ്ത് തരും അല്ലെ? അത് ഇത്ര നാള് വാറന്റി ഉണ്ട് നമുക്കത്. ആ വാറന്റി കാർഡ് ഉൾപ്പെടെയുള്ള ഈ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റുകള്, കരാറുകള്
പിന്നെ ടെലിഫോൺ നമ്പർ ഓഫ് ദ പേഴ്സണൽ നീഡ് ടു ബി കോൺടാക്റ്റഡ്. എപ്പോഴ് ആ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ തകരാറിലാകുക ഒക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ആ സ്റ്റാഫ്, പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ്, ആ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ആളുടെ ആ ടെലിഫോൺ നമ്പറും നമ്മൾ എന്ത് ചെയ്യണം, അതും നമ്മുടെ കയ്യിൽ വേണം. should be kept safely within reach of the user. ആ യൂസറിന്റെ അടുത്ത്, അത് ഉപയോഗിക്കുന്ന ആളാണല്ലോ യൂസർ എന്ന് പറയുന്നത്. അപ്പോ ആ യൂസറിന് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് അവരുടെ അടുത്ത് സമീപത്ത് തന്നെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം. ഏതൊക്കെയാ? വാറണ്ടി കാർഡും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും തകരാറിലാകുമ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനുള്ള ആ സ്റ്റാഫിന്റെ പേഴ്സൺ അവരുടെ ടെലിഫോൺ നമ്പറും എങ്ങനെ, ടെലിഫോൺ നമ്പറും നമുക്ക് അവരുടെ ആ യൂസറിന്റെ കൈയെത്തുന്ന ദൂരത്ത് അല്ലെങ്കിൽ അവരുടെ സമീപത്ത് തന്നെ അത് സൂക്ഷിക്കണം. User manual should be readily available for references. ഇനി റെഫറൻസസിനായിട്ട് എന്ത് ലഭ്യമാക്കണം? യൂസർ മാനുവൽ should be readily available for references. റെഫറൻസസിനായിട്ട് യൂസർ മാനുവൽ അറിയാലോ, അത് നമ്മൾ എളുപ്പത്തിൽ ലഭ്യമാക്കണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. ഒന്ന് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ അത്? എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഏതൊക്കെയാണോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അത് ചെയ്യണമെന്നോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഞാൻ പറയില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കുക. അവിടെ SOP ഉള്ളത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ അടുത്തതാണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ഇനി ലാബിലെ പോളിസികൾ, അവിടുത്തെ പ്രൊസീജിയർ, നടപടിക്രമങ്ങളൊക്കെ എന്തൊക്കെയാണ് അവർ ചെയ്യണേ, അവിടുത്തെ നയങ്ങളും നടപടിക്രമങ്ങളും. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. എല്ലാവരും ലാബിൽ പോയിട്ടുണ്ട് അല്ലെ? നമ്മളെല്ലാവരും പോയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന സാമ്പിള് ലേബൽ ചെയ്യും, അല്ലെങ്കിൽ ആർക്കടിയാന്ന് അറിയണേ എങ്ങനെയാ അല്ലെ? നമ്മുടെ പേര് ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ സാമ്പിള് ലേബൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അത് ഡോക്യുമെന്റ് റെക്കോർഡ് ആക്കി വെക്കും. അവര് റെക്കോർഡിക്കലി അത് എഴുതി വെക്കും, സാമ്പിള് ലേബൽ ചെയ്യും. അതാണ് ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കൊടുത്തേക്കുന്നത്, സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഇനി നോക്കിയേ, specimen should be attached with at least 2 unique identities. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, എത്ര നമ്മൾ തിരിച്ചറിയാൻ അറ്റ്ലീസ്റ്റ് എത്ര വേണം? 2 unique identities, രണ്ടെണ്ണെങ്കിലും വേണം. എക്സാമ്പിൾ, നെയിം, ഏജ്. ഇപ്പൊ നെയിം മാത്രം മതി. ഇപ്പൊ സെയിം ഇപ്പൊ രമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പേരിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഒന്നുകൂടി നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഏജ്. ചിലപ്പോ ആ രമ്യ ചിലപ്പോ ഈ ഒരു എന്റെ ഏജിലുള്ളതായിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് അവിടെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പെസിമെന്റിൽ നിർബന്ധമായിട്ടും പറഞ്ഞേക്കാണ് അറ്റ്ലീസ്റ്റ് 2 ഐഡന്റിറ്റീസ് വേണം, നെയിം, ഏജ്, എക്സെട്ര. ക്ലിയർ അല്ലേ? 2 യൂണിക് ഐഡന്റിറ്റീസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. സ്പെസിമെൻസ് ഷുഡ് ബി, ആ സ്പെസിമെനോട് അറ്റാച്ച് ചെയ്തിട്ട് അവരെ തിരിച്ചറിയാനായിട്ട് 2 യൂണിക് ഐഡന്റിറ്റീസ് ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ ആണ് നെയിമും ഏജും. ഇനി അടുത്ത നോക്കിയേ, specimen labeling using barcodes is an option that may decrease the errors. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ഇനി സ്പെസിമെൻസ് ലേബിൾ ചെയ്യുന്നതിന് നമ്മൾ ബാർകോഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ബാർകോഡ് കണ്ടിട്ടില്ലേ? ഇപ്പൊ മിക്ക സാധനങ്ങൾക്കും ബാർകോഡ് ഉണ്ട്. എന്താ, നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് അത് സ്കാൻ ചെയ്ത് തെറ്റ് വരാത്ത രീതിയിൽ ചെയ്യാം ബാർകോഡുകൾ കൊടുക്കുമ്പോൾ. ഓരോ ഐറ്റത്തിനും ബാർകോഡുകൾ കൊടുക്കുമ്പോ അല്ലെ? അപ്പൊ ഈ ബാർകോഡുകൾ കൊടുത്ത് സ്പെസിമെൻ ലേബൽ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. എന്തിന്? ഡിക്രീസ് ദ എറർ. ഇറർ കുറയ്ക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഏത്? ബാർകോഡ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? സ്പെസിമെൻ ലേബൽ ഇപ്പൊ നമ്മൾ പേന കൊണ്ടോ പെൻസിലും കൊണ്ടോ ഒക്കെ പേരും ഏജും ഒക്കെ എഴുതി വെക്കുന്നതിന് പകരം അവിടെ നമ്മളൊരു ബാർകോഡ് കൊടുക്കുക. അപ്പൊ എന്താ പറഞ്ഞാൽ അത് പിന്നെ അത് മാറൂല. അപ്പൊ നമുക്ക് കുറെ ഇററുകൾ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇപ്പൊ 2 യൂണിക് ഐഡന്റിറ്റി പറഞ്ഞു, പേരും പറഞ്ഞു, ഏജും പറഞ്ഞു. ഇപ്പൊ എന്റെ സെയിം ഏജിലുള്ള ഒരു രമ്യ അവിടെ ഉണ്ടെങ്കിലോ, അതിന് മുന്നേ വന്നെങ്കിലോ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അപ്പൊ പൂർണ്ണമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പൊ രമ്യ എന്ന് പറഞ്ഞു, ഏജും പറഞ്ഞു, അതേ സെയിം ഏജിലുള്ള സെയിം രമ്യ വരില്ല എന്നൊന്നും ഇല്ലല്ലോ.
അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ എന്താ വെച്ചാ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ 20 കുറയ്ക്കാനുള്ള ഒരു മാർഗമായിട്ട് പറഞ്ഞേക്കാണ് സ്പെസിമെൻ ലേബലിങ്ങിന് എന്തുപയോഗിക്കണം എന്നാ പറഞ്ഞേക്കണേ, ബാർകോഡുകൾ ഉപയോഗിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇനി ഈ ലേബലിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതെന്ന് നോക്കിയേ. ലേബൽ മേ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തു. ഒരു ലേബലിങ്ങില്, സാമ്പിൾ ലേബലിങ്ങില് എന്തൊക്കെ ഡീറ്റെയിൽസ് അവർ ഉൾപ്പെടുത്തിയേക്കുന്നതെന്ന് നോക്കിയേ. പേഷ്യൻസ് നെയിം, ഏജ്, ജെൻഡർ, പേര്, വയസ്സ്, ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ അത്. പിന്നെ പേഷ്യന്റ് ID, നമ്മുടെ ID നമ്പർ അല്ലേ, ആ നമ്പർ, ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏത് ടെസ്റ്റ് ആണ് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്, ഏത് ടെസ്റ്റ് ആണ് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്, എന്താണോ ബ്ലഡ് ടെസ്റ്റ് ആണോ ഫുഡ് ടെസ്റ്റ് ആണോ ഏതാണോ. ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ഏത് സമയത്താണ് ഏത് ഡേറ്റിലാണ് ആ സ്പെസിമെൻ കളക്ട് ചെയ്തത്, ആ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. അപ്പൊ അത്രയും കാര്യങ്ങൾ ലേബലിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാ? പേഷ്യന്റിന്റെ പേര്, ഏജ്, ജെൻഡർ, പേഷ്യന്റ് ID, ടെസ്റ്റ് റിക്വസ്റ്റഡ്, time and date of specimen collection. ഇനി അടുത്ത് നോക്കിയേ, requisition form or test request form. Requisition form or test request form. ഇനി ആരാ പറയണേ ടെസ്റ്റ് നമുക്ക് ചെയ്യണം എന്ന് ആരാ പറയണേ? ഇനി നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെ, സ്വന്തമായിട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളോടാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലാബിലൊന്ന് പോയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. ആണോ? ആണ്. ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ് പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് തോന്നി കൊളസ്ട്രോൾ ഒന്ന് നോക്കണം. വേറെ ആരും പറഞ്ഞു, ആര്യക്കുട്ടി പറഞ്ഞാണ് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു. ഈ ലബോറട്ടറി എടുക്കണ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. അപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് തോന്നി ഒന്ന് ചെക്ക് ചെയ്താൽ എന്റെ കൊളസ്ട്രോൾ ഉണ്ടാവും എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തുന്നുള്ളൂ. ഇവിടെ ശരിക്കും പ്രോപ്പർ ആയിട്ട് എങ്ങനെയാ, ആര് പറഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണുമ്പോ ഡോക്ടർ അല്ലേ പറയേണ്ടത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് അല്ലേ? റിക്വസിഷൻ ഫോം ആര് ഫിനിഷ് ചെയ്യണം പറഞ്ഞേക്കണേ? ഡോക്ടർ ഓർ ഹെൽത്ത് വർക്കേഴ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. The requisition form should be finished by the doctor or health workers requesting the test. ടെസ്റ്റ് ഏത് ടെസ്റ്റാ ചെയ്യണ്ടേ? അവിടെ ഒരു ഷീറ്റ് ഉണ്ടാവും അല്ലേ, ലാബിൽ നിന്നുള്ളത്. എന്നിട്ട് ഡോക്ടർ പറയാണ് ബ്ലഡ് ടെസ്റ്റ് ആണ്, ബ്ലഡിലെ RBC ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇൻ ദ ബ്ലഡ് ടെസ്റ്റ് RBC അല്ലേ, അങ്ങനെയല്ലേ ചെയ്യണത്. അപ്പൊ അത് ഡോക്ടർ അത് ടിക്ക് ഇട്ട് തരും നമുക്ക് അല്ലെ. ഡോക്ടറെ കണ്ടു കഴിയുമ്പോ ഇപ്പൊ യൂറിൻ ടെസ്റ്റ് ആണെങ്കിൽ ഡോക്ടർ ആ ഷീറ്റില് യൂറിൻ ടെസ്റ്റിൽ മാത്രം ടിക്ക് ഇട്ട് തരും. അപ്പൊ അവിടെ ആ റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യുന്നത് ഡോക്ടറോ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കറോ ആണ്. അവരാണ് ഏത് ടെസ്റ്റാ ചെയ്യേണ്ടത് പറയുന്നത്, റിക്വസ്റ്റിംഗ് ദ ടെസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? അത് സെൻഡ് ടുഗദർ വിത്ത് ദ സ്പെസിമെൻ ഓർ പേഷ്യന്റ് ടു ദ ലബോറട്ടറി. ആ സ്പെസിമെന്റെ ഒപ്പം പേഷ്യന്റ് കൂടെ ലബോറട്ടറിയിലേക്ക് ആ റിക്വസിഷൻ ഫോം കൊടുക്കും അല്ലെ. ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ്, ആ റിക്വസിഷൻ ഫോം അവിടെ കൊടുക്കും. നമ്മൾ പേഷ്യന്റിന്റെ ഒപ്പം ഈ സ്പെസിമെൻ നമ്മൾ കൊണ്ടുപോകുന്ന ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ്, യൂറിൻ ആണെങ്കിൽ യൂറിൻ, അതിന്റെ ഒപ്പം ഈ സാധനം കൂടി നമ്മൾ കൊടുക്കണം അല്ലെ. അത് ലബോറട്ടറിയിലേക്ക് അയക്കും. ആ requisition form finished by doctor ഇല്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇനി അടുത്ത് നോക്കിയേ, the patient identity, age, location, date and time of specimen collection, investigation requested and the source of sample. അത് എക്സാമ്പിൾ കൾച്ചർ ആണോ, ഹിസ്റ്റോപതോളജി, ഹിസ്റ്റോ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ എന്നാണ് കേട്ടോ, പതോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. അതായത് നമ്മൾക്ക് രോഗം ബാധിച്ച ടിഷ്യൂസ് അതിനെ നിരീക്ഷിച്ച് രോഗനിർണയം നടത്തുന്ന ശാസ്ത്രമാണ്, അതാണ് ഹിസ്റ്റോപതോളജി. കൾച്ചർ ആണോ ഹിസ്റ്റോപതോളജി, അങ്ങനെ ഏത് സോഴ്സ് ഓഫ് സാമ്പിൾ ഏതാണോ ഷുഡ് ബി, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക അവിടെ. പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, ഏജ്, അതിന്റെ പേര്, ഏജ്, ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റഡ് ആൻഡ് സോഴ്സ് ഓഫ് സാമ്പിൾ. ഏതാണോ ആ സാമ്പിൾ ഏതാണോ അതിന്റെ സോഴ്സ് ഏതാണ്, ഫോർ കൾച്ചർ ആണോ ഹിസ്റ്റോപതോളജി, ഷുഡ് ബി ഇൻക്ലൂഡഡ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത് അപ്പൊ അതിനകത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ എന്നുള്ളത് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് സാമ്പിൾ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഇനി നമ്മൾ സാമ്പിൾ കൊടുക്കാം കേട്ടോ, ലാബിലേക്ക് നമ്മൾ സാമ്പിൾ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ റിക്വസിഷൻ ഫോം ഡോക്ടർ നമുക്ക് തന്നു, അല്ലെങ്കിൽ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം ഡോക്ടർ തന്നു. ഇനി നമ്മൾ നേരെ ലാബിലേക്ക് ചെല്ലുക. ലാബിലേക്ക് ചെല്ലുമ്പോൾ സാമ്പിൾ അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യോ ചെയ്യും.
ഒന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാമ്പിള് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ റിജക്ട് ചെയ്യും. ആരെങ്കിലും കൊടുത്ത സാമ്പിള് റിജക്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ടെസ്റ്റിന് കൊടുത്ത സാമ്പിൾ അയ്യോ ഇത് പറ്റില്ലേ വേറെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല, ആരുടെ റിജക്ട് ചെയ്തിട്ടില്ല. അതെ, ആരാണ്? ചോദിക കുട്ടിയാണോ അവിടെ റിജക്ട് ചെയ്ത ഒരു കമ്പ് ഞാൻ ഇടയ്ക്ക് കണ്ടു, പെട്ടെന്ന് പോയി അതിനെ വായിക്കാൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും അങ്ങനെയുള്ള സംഭവം ഉണ്ട്. ഇനി ചിലപ്പോ ലാബ് റിജക്ട് ചെയ്യാം. എന്താന്ന് നോക്കി, all specimens should be checked on receiving in the laboratory for fitness for the test. അപ്പൊ ലാബിൽ നമ്മൾ സാമ്പിൾ കൊടുക്കുമ്പോൾ അവര് വേഗം അത് മേടിച്ച് വിൽക്കല്ല ചെയ്യുന്ന, എന്ത് ചെയ്യുന്നു, അതൊന്ന് ചെക്ക് ചെയ്യും. ഫോർ ദ ഫിറ്റ്നസ് ഫോർ ദ ടെസ്റ്റ്. ആ ടെസ്റ്റിന് ഫിറ്റ് ആണോ, നമ്മൾ കൊടുത്ത സാമ്പിള് ആ ടെസ്റ്റിന് ഫിറ്റ് ആണോ എന്ന് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യോടെ. അപ്പൊ ആ സ്പെസിമെൻ ചെക്ക് ചെയ്യോടെ. ദിസ് ചെക്ക് ഷുഡ് ബി ഇൻക്ലൂഡ്. ഈ ചെക്ക് സ്പെസിമെൻ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ ചെക്കിൽ ഏതൊക്കെയാ വരുന്നേ? സ്യൂട്ടബിൾ കണ്ടെയ്നർ ആണോ, നമ്മുടെ വീട്ടിലുള്ള ഒരു പഴയ ഒരു കുപ്പിയിലാണോ കൊണ്ടുപോയിട്ട് എടുക്കും അവര്? അവർ അവിടുത്തെ ബോട്ടിൽ തന്നെ അതെ, നമ്മൾ എടുത്ത ഒരു കൊള്ളില്ലാത്ത ഒരു കുപ്പിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവര് സമ്മതിക്കില്ല, അതിനകത്ത് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ സ്യൂട്ടബിൾ കണ്ടെയ്നർ ആണോ നോക്കും. ക്വാണ്ടിറ്റി ഓർ വോളിയം, അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് നോക്കും അല്ലെ. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ചിലപ്പോൾ പറ്റില്ല, അത് നോക്കും. അതായത് ഇൻ ദ കേസ് ഓഫ് ബ്ലഡ് ഓർ യൂറിൻ സാമ്പിൾ അതിന്റെ കാര്യത്തിൽ ക്വാണ്ടിറ്റി നോക്കും. ക്വാളിറ്റി ഓഫ് സാമ്പിൾ, ഇനി ക്വാളിറ്റി നോക്കും അവിടെ. ഇൻ ദ കേസ് ഓഫ് ടിഷ്യൂ സാമ്പിൾസിൽ ക്വാളിറ്റി നോക്കും. ഇനി ലീക്കേജ്, ഇനി ആ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോന്ന്. ഇപ്പൊ നമ്മൾ കൊടുത്ത ബോട്ടിൽ വല്ല ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്ക് ഒക്കെ പോകൂലേ, സാമ്പിൾ പോകൂലേ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ നോക്കും, ആ സ്പെസിമെൻ ചെക്ക് ചെയ്തത് നോക്കും. ക്ലിയർ അല്ലേ? ഇനി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്യൂട്ടബിൾ കണ്ടെയ്നർ ആണോ, അത് ആവശ്യത്തിന് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയത്തിലുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, അടുത്തത് എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ ചെക്ക് ചെയ്യും. അല്ലാതെ വെറുതെ ഒന്നും മേടിച്ച് വെക്കൂല. ഇനി എന്താ, അത് അവർ മേടിക്കുകയാണെങ്കിൽ record should be kept for acceptance or rejection. അവിടെ ഒരു സ്ലാഷ് ഉണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ആണ് കേട്ടോ. അപ്പൊ റെക്കോർഡ് കീപ്പ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യെങ്കിൽ അവിടെ എഴുതി വെക്കും, റിജക്ഷൻ ആണെങ്കിലും അവിടെ അത് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ റീസൺ ആൻഡ് ആക്ഷൻ സ്പെസിഫൈഡ്. എന്താ കാരണം? റിജക്ട് ചെയ്യുകയാണെങ്കിൽ റിജക്ട് ചെയ്യാൻ എന്താ കാരണം, ആ റീസൺ അവിടെ സ്പെസിഫൈ ചെയ്യണം. ഇന്ന കാരണം കൊണ്ട് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഇല്ല, അതുകൊണ്ട് റിജക്ട് ചെയ്തു. ആ കാരണം അവരവിടെ നോട്ട് ചെയ്ത് വെക്കണം. Any of all the sample received, the record should be kept for acceptance or rejection of all the samples received in the laboratory. Laboratory receive ചെയ്യുന്ന എല്ലാ സാമ്പിൾസും അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലും റിജക്ട് ചെയ്യുകയാണെങ്കിലും അതിന്റെ റെക്കോർഡ് വെക്കണം, കീപ്പ് ചെയ്യണം. As per the criteria defined earlier. As per the criteria defined earlier. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മാനദണ്ഡം ഇല്ലേ, അതിന് ബേസ് ചെയ്തിട്ട് നമ്മുടെ ക്വാളിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, അത് വെച്ചിട്ട് എന്താണ് അക്സെപ്റ്റ് ചെയ്താലും റിജക്ട് ചെയ്താലും അതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണം. ഇനി അടുത്തത് നോക്കിയേ, ഇഫ് ദ ലബോറട്ടറി റിജക്ട് എനി സാമ്പിൾ. ഇനി ലബോറട്ടറി ഒരു സാമ്പിൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുന്നേ? ഇറ്റ് ഷുഡ് ബി informed to the patient or doctor and need for recollection. എന്ത് ചെയ്യണം? പേഷ്യന്റിനോട് അല്ലെങ്കിൽ ഡോക്ടറോട് പറയണം, വീണ്ടും കളക്ട് ചെയ്യണ്ടേ. അല്ലാതെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അത് അവര് റിജക്ട് ചെയ്തു, എനിക്കറിയാൻ പറ്റുമോ അവൻ എടുത്തോ ഇല്ലയോന്ന്. ഇനി വേണം വീണ്ടും എടുക്കണമെങ്കിൽ പറയണ്ടേ നമ്മളോട്, അയ്യോ ഇത് പറ്റില്ല കേട്ടോ, അത്രയും ക്വാണ്ടിറ്റിയിൽ ഇല്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്നോട് സ്പെസിമെൻ കൊണ്ടുവരണം, ആ സാമ്പിൾ കൊണ്ടുവരണം എന്ന് നമ്മൾ അറിയിക്കണ്ടേ. അതാണ് അടുത്ത്. ലബോറട്ടറി സാമ്പിൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദ പേഷ്യന്റ് ഓർ ഡോക്ടർ. എന്തിനു വേണ്ടി? ആൻഡ് നീഡ് ഫോർ റീകളക്ഷൻ. വീണ്ടും അത് കളക്ട് ചെയ്യാൻ, ആ ആവശ്യം കളക്ട് ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെയോ അല്ലെങ്കിൽ ഡോക്ടറെയോ ഇൻഫോം ചെയ്യണം. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത് ലാസ്റ്റ് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ലബോറട്ടറി റെക്കോർഡ്. ഇനി നോക്കിയേ, all the released laboratory report should be stored as per the national regulatory needs. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഈ ലബോറട്ടറിയിൽ കീപ്പ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും എന്തിനനുസരിച്ചായിരിക്കണം? ഒരു ദേശീയ അല്ലെങ്കിൽ റെഗുലേറ്ററി ആവശ്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എല്ലാ റിപ്പോർട്ടുകളും സ്റ്റോർ ചെയ്യാൻ.
ആ ഒരു എല്ലാ റിപ്പോർട്ടുകളും ഒരു ചട്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. ഇതാണ് ഓൾ റിലീസ്ഡ് ലബോറട്ടറി റിപ്പോർട്ട്. ലബോറട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും എങ്ങനെയായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്? ആസ് പെർ ദ നാഷണൽ റെഗുലേറ്ററി നീഡ്സ്. ഒരു ദേശീയമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് ഒരു നിയമപരമായിട്ടുള്ള ഒരു ചട്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം എല്ലാ റിപ്പോർട്ട്സും റിലീസ് ചെയ്യാൻ. The reports can be kept as per physical copies as instrument printout, photocopies or electronically LIS or HIS. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇനി ഈ റെക്കോർഡുകൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് വെക്കാം, ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് ആയിട്ട് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് ഓർ ഇലക്ട്രോണിക്കലി, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് അതിന്റെ ബ്രാക്കറ്റിൽ കണ്ടോ, ഇലക്ട്രോണിക്കലി എന്നുള്ളതിന്റെ ബ്രാക്കറ്റിൽ LIS എന്നുണ്ട്. അതെന്താ? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ആ കമ്പ്യൂട്ടറിൽ ഇലക്ട്രോണിക്കലിയോ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഫിസിക്കൽ കോപ്പീസ് ആസ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ് ഓർ ഇലക്ട്രോണിക്കലി. പ്രിന്റ് ഔട്ട് ആയിട്ടോ, ഫിസിക്കൽ കോപ്പീസ് ആയിട്ടോ, പ്രിന്റ് ഔട്ട് ആയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തില് കമ്പ്യൂട്ടറിൽ ഇലക്ട്രോണിക്കലി LIS-ലോ HIS-ലോ അത് എല്ലാ റെക്കോർഡും സൂക്ഷിച്ചു വെക്കും. ഇനി യൂസ് ഓഫ് LIS. ഇനി LIS-ന്റെ ഉപയോഗം, LIS നമ്മുടെ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് വഴി ഹോസ്പിറ്റലിൽ താഴെ പറയുന്ന കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. അതായത് യൂസ് ഓഫ് LIS. ഈ LIS-ന്റെ ആ ഒരു ഉപയോഗം വഴി എന്തൊക്കെ കാര്യങ്ങൾ പറ്റും? ഒന്ന് നോക്കി അവിടെ. യൂസ് ഓഫ് LIS എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. രണ്ടും ഉണ്ട്. അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. Laboratory information management system enable a laboratory to track the specimen from receipt, processing, testing, reporting to storage. അപ്പൊ ഈ LIS-ല് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഇത് സൂക്ഷിക്കുന്നത് വഴി ഈ ഹോസ്പിറ്റലിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാ? enable a laboratory to track the specimen from the receipt. അതായത് നമ്മൾ അത് ആ സാമ്പിൾ റിസീവ് ചെയ്തത് മുതൽ ആ സ്പെസിമെൻസിനെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാകും. നമ്മൾ സിസ്റ്റത്തിൽ നോക്കിയാൽ പോരെ. അത് ആ റെസിപ്റ്റ്, അതായത് റിസീവ് ചെയ്തത് മുതൽ അത് ആ സ്പെസിമെൻസ് ട്രാക്ക് ചെയ്യാനായിട്ട്, പ്രോസസ്സിംഗ്, അതിന്റെ പ്രോസസ്സിംഗില്, ടെസ്റ്റിംഗ്, റിപ്പോർട്ടിംഗ് ടു സ്റ്റോറേജ്. അതായത് നമ്മളത് റിസീവ് ചെയ്തിട്ട് ആ സ്റ്റോർ ചെയ്ത് വരെയുള്ള ആ സ്പെസിമെൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ഏത് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ഈസി ആയിട്ട് പറ്റും. ഓക്കെ, അവിടെ നിങ്ങൾ അത് നോട്ട് ചെയ്യണം കേട്ടോ. എല്ലാ റെക്കോർഡ്സും kept as a physical copies of instrument print out or electronically. അതൊന്നും അണ്ടർലൈൻ ചെയ്യുന്നു. അവിടെ LIS-ഉം HIS-ന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കാം. ഇനി LIS എന്നുള്ളത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയാം കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം enable a laboratory to track a specimen from receipt, processing, testing and reporting to storage. അപ്പൊ റിസീവ് ചെയ്തത് മുതൽ സ്റ്റോറേജ് ചെയ്ത് വരെയുള്ള സ്പെസിമെൻസിനെ നമുക്കത് ട്രാക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുന്നു ഈ LIS-ൽ ഇത് സ്റ്റോർ ചെയ്യുന്നത് വഴി. ഇനി അടുത്തത് നോക്കിയേ, ലബോറട്ടറി റെക്കോർഡ്. അപ്പൊ ആ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. അത് പ്രൊസീജിയർ അവിടെ പറഞ്ഞേക്കണേ. പോളിസീസ് ആൻഡ് പ്രൊസീജിയർ, സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ, പിന്നെ റിക്വസിഷൻ ഫോം പറഞ്ഞു, സാമ്പിൾ അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യോ. അടുത്തത് ലബോറട്ടറി റെക്കോർഡ്, ലബോറട്ടറി റെക്കോർഡ്.
HIS-ല് അല്ലെങ്കിൽ LIS-ല് ഇത് ഇലക്ട്രോണിക്കലി അത് സ്റ്റോർ ചെയ്യുന്നു. പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പീസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാം അവർക്ക് ഇൻഫർമേഷൻ സിസ്റ്റം വഴി. അപ്പൊ LIS വഴി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് സ്പെസിമെൻസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ റിസീവ് ചെയ്തത് മുതൽ നമ്മളത് സ്റ്റോറേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് കൊടുത്തേക്കുന്ന ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. കണ്ടോ, അതായത് ഈ ലബോറട്ടറി റെക്കോർഡ്സിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ എന്താണ്, ഇത് മാത്രം അത് ലിമിറ്റ് ചെയ്യുന്നില്ല. ഇനിയുണ്ട്, ഇത് മാത്രമല്ല, നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ, നമുക്ക് അത്രയും പഠിക്കാം കേട്ടോ. നമുക്ക് പഠിക്കാൻ തന്നേക്കുന്ന ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തുന്നത്. അതിന്റെ ഒപ്പം തന്നെ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. ഇതിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്നതല്ല. എങ്കിലും എന്തൊക്കെയാ ഉള്ളത്? ഒന്നാമത്തെയാണ് റിക്വസ്റ്റ് ഫോം ഉണ്ട്. അപ്പൊ ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതാ? ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ്സ് ഡാഷ്. ക്വസ്റ്റ്യൻ അവിടെ തന്നെ ഉണ്ട്. ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ്സ് ഡാഷ്. ഏതൊക്കെയാണ് ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒന്നാമത്തെയാണ് റിക്വസ്റ്റ് ഫോം. റിക്വസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? റിക്വസ്റ്റ് ചെയ്യാൻ ഏതൊക്കെയാണ്, ഏതൊക്കെ ടെസ്റ്റാ ചെയ്യേണ്ടതെന്നുള്ള അതില്ലേ, അത് റിക്വസ്റ്റ് ഫോം. ഡീറ്റെയിൽ ഒന്നും എക്സാമിന് ചോദിക്കില്ല കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അവിടെ. റിക്വസ്റ്റ് ഫോം, പിന്നെ റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്. ഈ ഓരോന്നിന്റെ റിസൾട്ടുകള് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ കോപ്പി, ഓരോ റിസൾട്ട് ആ റിപ്പോർട്ടിന്റെ അതിന്റെ കോപ്പീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ ലബോറട്ടറി സൂക്ഷിക്കണം. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്സ് ഇല്ലേ, അതിന്റെ ഡീറ്റെയിൽസ്. പ്രിന്റഡ് റെക്കോർഡ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്സ്. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ടുകള്. ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. ലബോറട്ടറി വർക്ക് ബുക്കുകൾ, വർക്ക് ഷീറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ. ലബോറട്ടറി രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. കാലിബ്രേഷൻ റെക്കോർഡ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. കാലിബ്രേഷൻ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയില് നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ കൃത്യത പരിശോധിക്കുന്നത് ഓക്കെ ആണോ എന്നൊക്കെ, അതിന്റെ കൃത്യത സ്ഥിരീകരിക്കുന്ന, കൃത്യമാണോ ഒത്തു നോക്കുക. കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ കൃത്യത നിർണ്ണയിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു റെക്കോർഡാണ്. അടുത്ത QC റെക്കോർഡ്സ്. ക്വാളിറ്റി മാനുവൽ ആണ് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്. QC റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ ആണ്. QC ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്. ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്. അതായത് ലബോറട്ടറിയിൽ എന്തെങ്കിലും ഇൻസിഡൻസ്, എന്തെങ്കിലും സംഭവങ്ങളോ പിരിവുകളോ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളോ ഒക്കെ ഉണ്ടായാൽ അത് രേഖപ്പെടുത്തുന്ന ബുക്ക്, ടെക്സ്റ്റ് കേട്ടോ. ഒരു ബുക്കാണ്. അതിന് നമ്മൾ അത് കറക്റ്റീവ് ആക്ഷൻ. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിന് എന്താണ് പ്രതിരോധം, അല്ലെ, അതിന് പരിഹരിക്കാൻ വേണ്ടി എടുത്ത നടപടികൾ എന്തൊക്കെയാണ്, അതൊക്കെ കാണിക്കുന്ന റെക്കോർഡാണ് ഇൻസിഡൻസ് ബുക്ക് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ഓക്കെ ആണോ നോക്കിയേ. റിക്വസ്റ്റ് ഫോം, അത് ജസ്റ്റ് നിങ്ങളെ പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഒന്നാമത്തെ ഇഷ്ടം പോലെ ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിന്റെ ചാപ്റ്റേഴ്സ് ഫുൾ എക്സാമിന് വരുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഒരു ഓവർലോഡ് ആയിട്ട് നിങ്ങളോട് പറയല്ല. ഏത് റെക്കോർഡുകൾ ലാബില് ഉണ്ടായിരിക്കും, അവർ സൂക്ഷിക്കും, അത് ഏതൊക്കെയാണെന്ന് പേര് മാത്രം പഠിക്കാം. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാലും പറയാൻ പാകത്തിന് പഠിക്കണം. അതാണ് റിക്വസ്റ്റ് ഫോം ഉണ്ട്, റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ടുകൾ ഉണ്ട്, ലബോറട്ടറിയിലെ വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റുകൾ ഉണ്ട്, ലബോറട്ടറിയിലെ രജിസ്റ്ററുകൾ ഉണ്ട്, കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ട് ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ് ഉണ്ട്, ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റെക്കോർഡുകൾ. ഇനി അടുത്ത റിപ്പോർട്ടുകൾ. ഇനി അടുത്താണ് സ്റ്റോക്ക് കാർഡ് ആൻഡ് സപ്ലൈ റെക്കോർഡ്. സ്റ്റോക്ക് കാർഡ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് അതിനകത്ത് സ്റ്റോറിലുള്ള ഇതിന്റെ സ്റ്റോക്ക് കാണിക്കുന്നത്, കെപ്റ്റ് ട്രാക്ക് ഓഫ് സ്റ്റോക്ക് മൂവ്മെന്റ്സ് വിത്തിൻ എ സ്റ്റോർ. ഒരു സ്റ്റോറിലെ സ്റ്റോക്ക് മൂവ്മെന്റ്സ് കാണിക്കുന്ന റെക്കോർഡ്, സ്റ്റോക്ക് കാർഡുകളും അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്നത്.
ഏതൊക്കെ എങ്ങനെയൊക്കെ സപ്ലൈ ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ ലാബിൽ സൂക്ഷിക്കണം. പിന്നെയാണ് പേഴ്സണൽ റെക്കോർഡ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാ? സ്റ്റാഫ് ആണ് കേട്ടോ. ആ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോ. PERSONNE. പേഴ്സണൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് റെക്കോർഡ്. സ്റ്റാഫിന്റെ ട്രെയിനിങ്, കോമ്പിറ്റൻസി റെക്കോർഡ്, പിന്നെ നമുക്ക് അവരുടെ കഴിവുകള്, കോമ്പിറ്റൻസി കഴിവുകള്, എബിലിറ്റി, സ്റ്റാഫിന്റെ ഇതൊക്കെ കാണിക്കുന്ന റെക്കോർഡ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേഴ്സണൽ റെക്കോർഡ് ഉണ്ട്. സ്റ്റാഫ് ട്രെയിനിങ്, കോമ്പിറ്റൻസി റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്. ഇനി അടുത്തതാണ് കംപ്ലൈന്റ് ആൻഡ് ദെയർ റീസൊല്യൂഷൻ. കംപ്ലൈന്റ്സ്, പരാതികളും അതിന്റെ സൊല്യൂഷൻസ്, പരിഹാരങ്ങളും അതൊക്കെ കാണിക്കുന്ന റെക്കോർഡുകളുണ്ട്. Then inventory or asset. Inventory എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക്. സ്റ്റോക്ക് or asset. Asset എന്ന് പറഞ്ഞാൽ ആസ്തിയാണ്. അതായത് നമുക്ക് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് തന്നെ പറയാം, അസറ്റുകള്. ഇൻവെന്ററി, സ്റ്റോക്ക് കാണിക്കുന്ന റെക്കോർഡ്. സേഫ്റ്റി മാനുവൽ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ലാബിൽ ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ സുരക്ഷാ നടപടികളാണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടായില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്ട്രക്ഷൻ തരുന്നതാണ് സേഫ്റ്റി മാനുവൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകൾ. ബഡ്ജറ്റ്, പിന്നെ SOPs, സ്റ്റാൻഡേർഡ്സ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റെക്കോർഡ്സ്. വർക്ക് ലാബില് നമ്മള് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിലാണോ നടക്കുന്നത് എന്ന് വിലയിരുത്തി അത് നിരീക്ഷിക്കുന്ന സർവൈലൻസ്, നിരീക്ഷണ റിപ്പോർട്ടുകൾ. എത്ര ലാബിലെ ദിവസം എത്ര ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്, വർക്ക് ലോഡ് എങ്ങനെയാണ്, ഒരു ദിവസം എത്ര ടെസ്റ്റുകൾ നടന്നു, അതിന്റെ ആ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് രീതിയിലാണോ നടത്തുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണ റിപ്പോർട്ടുകൾ. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം നാം അവിടെ സൂക്ഷിക്കും. നിങ്ങൾ ആ SOP നോക്കിയേ. SOP എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ. എസ് തന്നില്ലേ, ഇനി ഉള്ളത് SP കഴിഞ്ഞിട്ടുള്ള S ഇല്ലേ, അത് സ്മോൾ തന്നെയാണ് കേട്ടോ, കുഞ്ഞതാക്കി എഴുതിക്കോളണം. സോപ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ് ആ SP കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എസും ഓയും പിയും ക്യാപിറ്റൽ ലെറ്ററിൽ, ആ P കഴിഞ്ഞിട്ടുള്ള S കുഞ്ഞതാക്കി എഴുതിയാൽ മതി കേട്ടോ. അതായത് പിയുടെ ഒരു ഇച്ചിരി താഴേക്കായിട്ട് സ്മോൾ ചെയ്ത് എഴുതിയാൽ മതി. സോപ്സ്. അപ്പൊ ഇത്രയും റിപ്പോർട്ടുകൾ നമ്മുടെ ലാബിൽ സൂക്ഷിക്കും. ഇനി അടുത്തത് എന്താണ്? നിങ്ങളെ ആ SOP എന്നുള്ള പോയിന്റ് കണ്ടോ? ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അതായത് പറഞ്ഞത്. നോക്കിയേ. കണ്ടോ ആ പോയിന്റ്? SOP ഉണ്ടില്ലേ? SOP എന്നുള്ളതേ ഓക്കെ. അതെ, ഞാൻ ആര്യകുട്ടി ഇട്ടിട്ട് അത് കറക്റ്റ് ആണെന്ന് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നതില് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ അങ്ങനെയല്ല അത് എഴുതണ്ടേ. SOP അത് 3 ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് P കഴിഞ്ഞിട്ടുള്ള S സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതിയാൽ മതി എന്നാ പറഞ്ഞത്. അതായത് ആ P എഴുതുന്നതിന് ഇത്തിരി താഴെയായിട്ട് സ്മോൾ ലെറ്ററിൽ ആ S എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ, സേഫ്റ്റി ഇൻ ലബോറട്ടറി. ഏതുപോലെയാണ് ആ സോപ്പ് എഴുതിയിട്ടില്ലേ അവിടെ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എഴുതിയിട്ടില്ലേ? അതില് SOP എന്നുള്ളതേ അത് ക്യാപിറ്റൽ തന്നെ. SOP ക്യാപിറ്റല്. ഇനി P കഴിഞ്ഞിട്ട് S അവിടെ കിടക്കണല്ലേ, ആ S സ്മോൾ ലെറ്ററിൽ എഴുതണമെന്നാ ഞാൻ പറഞ്ഞേ. അങ്ങനെയാണോ ടെക്സ്റ്റില്? ആര്യക്കുട്ടി ഒന്ന് പറഞ്ഞേ. ഗ്രീഷ്മ, ടെക്സ്റ്റില് അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടാണോ? ഓക്കെ. ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ. ഇനി സേഫ്റ്റി ഇൻ ലബോറട്ടറി. ലബോറട്ടറിയിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സുരക്ഷാ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഏതൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളൊന്ന് ലാബിലാണെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അറിയാം, അവര് നോർമൽ ഡ്രസ് ഇട്ടല്ല, അവർക്കൊരു കോട്ട് ഉണ്ട് അല്ലെ, ലാബ് കോട്ട് ഉണ്ട് അവർക്ക് അല്ലേ. അവിടെ നമ്മൾ കുറച്ച് ഒരു സേഫ്റ്റി മെഷേഴ്സ് നമ്മുടെ ലാബില് പാലിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതും നിങ്ങൾ
ഒന്ന് വായിച്ചു വെച്ചാൽ ഈ പോയിന്റ്സുകളൊക്കെ കേട്ടോ. The personnel who are working in laboratories may be subjected to risk from various chemical, infectious material, fire danger, electrical shock, gas leak, etc. ഇങ്ങനെയുള്ളതിലൊക്കെ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റാം. ഏത് ജോലിക്കും ഉണ്ടാവില്ലേ ഒരു റിസ്ക് അല്ലെ? ഏത് ജോലിക്കും ഉണ്ടാവും ഒരു റിസ്ക്. അപ്പൊ ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകള് എന്താ അവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പല കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അറിയാതെ എങ്ങാനും തട്ടിയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അപകടം വരൂല്ലേ നമുക്ക്? കൊള്ളോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പല സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പല കെമിക്കൽസുമായിട്ട് അവര് പ്രവർത്തിക്കുന്നവരാ. അപ്പൊ അവര് അതിൽ ചിലപ്പോ അപകടം പറ്റാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷസ് മെറ്റീരിയൽ, ഇനിയിപ്പോ ഇൻഫെക്ഷൻ ഇപ്പൊ കൊണ്ടുപോകുന്ന സാമ്പിള് എന്ത് ഡിസീസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ചിലപ്പോ ഇൻഫെക്ഷൻ അവരിലേക്ക് വരാം. അവര് പ്രോപ്പറായിട്ട് പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ ഇപ്പൊ അസുഖമുള്ള ആളുടെ നോക്കുമ്പോ ചിലപ്പോ ഇൻഫെക്ഷൻ വരാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഏറിയ കൂടെ വേണമെങ്കിലൊക്കെ ഇൻഫെക്ഷൻ വരാൻ പാടില്ലേ? അപ്പൊ പല ഇൻഫെക്ഷസ് മെറ്റീരിയൽസുമായിട്ട് അവര് എന്താ പറയാ അതുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ഫയർ ഡേഞ്ചർ, എന്തെങ്കിലും ഫയർ വരാം, ഇലക്ട്രിക്കൽ ഷോക്കുകൾ വരാം, അതുപോലെ ഗ്യാസ് ലീക്ക്, എന്തെങ്കിലും കെമിക്കൽ ഗ്യാസുകൾ ലീക്കേജ് ആവാം. ഇങ്ങനെയുള്ള എല്ലാ അപകടങ്ങളും അതിനൊക്കെ ഒരു ചാൻസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള റിസ്കിൽ അവരിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യണം? The environment is also at the risk of being contaminated by dangerous material used and waste generated in the laboratory. അപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു എൻവയോൺമെന്റും കൂടി ഡേഞ്ചറസ് ആണ്. Dangerous materials used by the waste generated in the laboratory. അപ്പൊ ലബോറട്ടറിയിലുള്ള വേസ്റ്റുകള് നിന്നൊക്കെ ചിലപ്പോ ആ അന്തരീക്ഷം ചിലപ്പോ എന്താകാം? കണ്ടാമിനേറ്റഡ് ആകാം, മലിനമാകാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോ അതിന് ചിലപ്പോ ഇൻഫെക്ഷൻ ഒക്കെ വരാലോ. അങ്ങനെ വേണമെങ്കിൽ ആ ഒരു എയറിലേക്ക് വരാം. അങ്ങനെ വേണമെങ്കിൽ ആ എൻവയോൺമെന്റും എന്താകാം? ഒരു എന്താ പറയാ ഒരു റിസ്ക്, അപകടകരമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരാം. Then policy should be define the use of sharp disposal of bio-waste reagents, sharp and other waste involved in the laboratory according to the local and national regulations. ദേശീയപരമായിട്ടുള്ള ചട്ടങ്ങൾക്കനുസരിച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. യൂസ് ഓഫ് ഷാർപ്പ്, ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, അതിനൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പോളിസി ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ള നയങ്ങളുണ്ട്. ഷുഡ് ബി ഡിഫൈൻ ദ യൂസ് ഓഫ് ഷാർപ്പ്, disposal of bio-waste, വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന reagents, sharp and other waste involved in the laboratory according to the local and national regulations. ഇതൊക്കെ ദേശീയവും പ്രാദേശികപരമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. ഒരു കറക്റ്റ് പോളിസി അവിടെ ഉണ്ടെന്ന്. Waste involved in the laboratory according to the local and the national regulations. ദേശീയവും പ്രാദേശികമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. അല്ലാതെ നമ്മൾ തോന്നിയ രീതിക്കൊന്നും ചെയ്യാൻ പാടില്ല. വേസ്റ്റ് ആണെങ്കിൽ വെറുതെ കൊണ്ടുവന്നിട്ട് കത്തിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. അത് പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ മെത്തേഡുകൾ ഉണ്ട് ഓരോന്നും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. It is necessary to train all personnel in standard precautions. അപ്പൊ അതിന് എന്ത് വേണം? എല്ലാ സ്റ്റാഫുകളെയും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം, ആവശ്യത്തിനുള്ള ട്രെയിനിങ് കൊടുക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻ മുൻകരുതലുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫിനും എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. Safety in laboratory therefore includes the protection of both the person and the environment from dangerous material. ഇനി അതുപോലെ ലബോറട്ടറിയില് നമ്മൾ സേഫ്റ്റി ലബോറട്ടറി ഇൻക്ലൂഡ്സ് എന്തും കൂടിയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ബോത്ത്. ആ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ മാത്രമാണോ സേഫ്റ്റി എന്ന് പറയുന്നത്? അല്ല. ബോത്ത് ദ പേഴ്സണൽ, ആ സ്റ്റാഫിന്റെയും അതുപോലെ തന്നെ എൻവയോൺമെന്റിലെയും ആ ഒരു പരിസ്ഥിതി അല്ലെ, ആ ഒരു അന്തരീക്ഷവും എന്റെ സേഫ്റ്റി ആക്കണം. പല അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ് അതുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തുന്നതാണ്, അങ്ങനെ ഒരു കോണ്ടാക്ട് ഉള്ളതാണ് ആ ലാബ് എന്ന് പറഞ്ഞ ആ ഒരു എൻവയോൺമെന്റും അതുപോലെ തന്നെ അവിടുത്തെ പേഴ്സൺസും. അപ്പൊ അവരെന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് രണ്ടിന്റെ കാര്യത്തില് അവിടെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊട്ടക്ഷൻ ലബോറട്ടറിയിൽ വേണം, സേഫ്റ്റി പ്രിക്കോഷൻസ് വേണം. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞേക്കുന്ന ജനറൽ സേഫ്റ്റി മെഷേഴ്സ് നോക്കി. Safety measures
ഇൻ ലബോറട്ടറി. ഒരു ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്? Okay, all the laboratory personnel should have a knowledge of laboratory safety policy and procedure and act in accordance with these at all times. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കണേ? എന്താണ്? എല്ലാവർക്കും ഒരു നോളജ് ഉണ്ടായിരിക്കണം. എല്ലാ സ്റ്റാഫിനും of the laboratory safety policy and procedure. ലബോറട്ടറിയിലുള്ള സേഫ്റ്റി, സുരക്ഷാ നടപടികൾ, നയങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു നല്ലൊരു നോളജ് എല്ലാ ലബോറട്ടറി സ്റ്റാഫിനും ഉണ്ടായിരിക്കണം. ഇനി നോളജ് ഉണ്ടായാൽ മാത്രം മതിയോ? എന്ത് ചെയ്യണം അവര്? ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് അറ്റ് ഓൾ. എല്ലാ സമയത്തും എങ്ങനെയായിരിക്കണം? അതനുസരിച്ച് ചെയ്യണം. ഇപ്പൊ നമ്മൾ അവിടെ വർക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിൽ വേണം ലബോറട്ടറിയിലെ സേഫ്റ്റി പോളിസി പ്രൊസീജിയർ എന്തൊക്കെയാണ്, ലാബ് കോട്ട് ഇടുന്നത്, മാസ്കുകൾ വെക്കുന്നത്, ഗ്ലൗസ് ഇടുന്നത്, ഇതൊക്കെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. അപ്പൊ നമ്മൾ അത് അറിഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അതിന് അനുസൃതമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണ്ടേ? ഇപ്പൊ ഗ്ലൗസ് എടുക്കാതെ ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അതിന്റെ ഇൻഫെക്ഷൻ ഒക്കെ ആകാം, അല്ലേ? അപ്പൊ നമ്മളത് സേഫ്റ്റി പ്രിക്കോഷൻസ് എന്താണ്, പോളിസി പ്രൊസീജിയർ എന്താണെന്ന് അറിഞ്ഞിരിക്കുകയും വേണം. അതിനനുസൃതമായിട്ട് പെരുമാറുകയും വേണം, അതനുസൃതമായിട്ട് ചെയ്യുകയും വേണം. ഇല്ലാതെ നിങ്ങൾക്ക് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ജനറൽ സേഫ്റ്റി മെഷേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാ, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കിയൊന്ന്? എഴുതാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോ ഇൻക്ലൂഡ് ചെയ്യണത് അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആ രീതിക്ക് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എന്ത് വേണം? അവര് എല്ലാവരും, ഒരാളോ രണ്ടാളോ അല്ല, ആ ലാബിലെ എല്ലാ സ്റ്റാഫുകളും ആ സേഫ്റ്റി പോളിസി പ്രൊസീജിയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നല്ല അറിവുണ്ടായിരിക്കും. എന്നിട്ട് അതിനനുസൃതമായിട്ട് അവര് പെരുമാറുകയും വേണം. ഇനി ഈ സം ഡേഞ്ചറസ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ്. ഇനി ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന, ലാബിൽ ഉപയോഗിക്കുന്ന അപകടകരമായിട്ടുള്ള വസ്തുക്കളില്ലേ, ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഇപ്പൊ നമ്മള് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ഡേഞ്ചറസ്, നമുക്കിപ്പോ എന്താ നമ്മൾ എടുത്തു കഴിഞ്ഞാലോ നമ്മുടെ കയ്യിൽ വീണ് കഴിഞ്ഞാലോ എനിക്ക് അപകടകരമായിട്ടുണ്ടാകുന്ന മെറ്റീരിയൽസ് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് ലബോറട്ടറി തയ്യാറാക്കണം. അപ്പൊ അതിൽ നോക്കി അറിയാൻ പറ്റുമല്ലോ. ആ ലിസ്റ്റ് നോക്കിയാൽ നമുക്കറിയാം ഇത് ഡേഞ്ചറസ് ആണോ, കുഴപ്പമില്ലാത്തതാണോ എന്നൊക്കെ അറിയാൻ പറ്റൂലേ? അപ്പൊ അതെന്തായാലും ലാബ് തയ്യാറാക്കണം. ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് ലാബ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. അടുത്ത നോക്കിയ ഐവാഷ് ഫെസിലിറ്റി വേണം. ഐവാഷ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകൾ കഴുകാനുള്ള സംവിധാനം വേണം. ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് എ സ്റ്റാൻഡേർഡ് ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു ദ സിങ്ക്. ഒന്നിലും സ്റ്റാൻഡേർഡോ ഒറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ സിങ്കിനോടോ ചേർന്നിട്ട് എന്താണ് കണ്ണുകൾ കഴുകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഇനിയിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ഈ കണ്ണടയൊന്നും ഇല്ലാതെയൊക്കെ നേക്കഡ് ആയിട്ടുള്ള കണ്ണ് നമ്മളെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണിൽ തെറിച്ചാലോ നമുക്ക് ഉള്ളിൽ തന്നെ കണ്ണൊന്ന് കഴുകണ്ടേ? എന്ത് സാധനം കണ്ണിന് പറ്റിക്കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, കണ്ണ് കഴുകണം. അങ്ങനെയല്ലേ പഠിച്ചേക്കണേ? എന്തെങ്കിലും കണ്ണിൽ തെറിച്ചു നമ്മൾ കണ്ണ് വേഗം കഴുകണം. നല്ല തണുത്ത വെള്ളത്തില്, ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തില് കണ്ണ് കഴുകണം. നമ്മൾ തീരുമാനമൊന്നും പാടില്ല. അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ തിരുമൊക്കെ ചെയ്യുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവും. ഒരിക്കലും കണ്ണിലേക്ക് എന്ത് വീണ് കഴിഞ്ഞാലൊന്നും നമ്മൾ തിരുമൊന്നും ചെയ്യരുത്. കണ്ണ് നല്ല വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കഴുകണം. അപ്പൊ അങ്ങനെ കണ്ണ് കഴുകാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. അത് എങ്ങനെയായിരിക്കണം? ഒന്നില്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഫെസിലിറ്റി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സിങ്കിനോട് അറ്റാച്ച് ചെയ്തായിരിക്കും. ഇതിനകത്ത് പിള്ളേരെ പ്രത്യേകിച്ചൊന്നും അണ്ടർലൈൻ ചെയ്യാനില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയാത്തത്, പ്രത്യേകിച്ച് അങ്ങനെ അണ്ടർലൈൻ ചെയ്തിടാൻ പറയാത്തത്. ഇനി അടുത്ത നോക്കിയേ, biohazard symbol should be used on all container or equipment that contain biodangerous materials. Biodangerous material എന്ന് പറഞ്ഞാൽ എന്താ? ബയോഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പരിസ്ഥിതിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവജാലങ്ങൾക്കോ ഒക്കെ ദോഷകരമാക്കുന്ന സൂക്ഷ്മാണുക്കളോ ജൈവ വസ്തുക്കളോ ഒക്കെയാണ് ബയോഹസാർഡ് എന്ന് പറയുന്നത്. പരിസ്ഥിതിക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ
പരിസ്ഥിതിയെയും ദോഷകരമാകുന്ന രീതിയിലുള്ള സൂക്ഷ്മജീവികളും ഒക്കെയാണ് ബയോ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽസ് അങ്ങനെയുള്ളത് അത് വെച്ചേക്കുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് അതില് എന്ത് ചെയ്യണം, ബയോ ഹസാർഡ് സിംബലുകൾ ഉപയോഗിക്കണം. അവിടെ എഴുതിക്കൊള്ളണം ബയോ ഹസാർഡ് സിംബൽ. നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇനി ആ പേജ് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സിംബലുകൾ കണ്ടോ, അവിടെ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന സിംബലുകളാണ് ഇവിടെ കൊടുക്കുന്നത്. കണ്ടോ ബയോ ഹസാർഡിന്റെ സിംബൽ കണ്ടോ, റെഡിൽ കാണിച്ചേക്കണോ. അപ്പൊ ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കാണാൻ പറ്റുന്നില്ലേ നിങ്ങള്? ആ സിംബലുകൾ എനിക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അപ്പൊ ബയോ ഹസാർഡ് മെറ്റീരിയൽ ആണെങ്കിൽ ആ കണ്ടെയ്നർ, ആ പാത്രത്തിന്റെയോ അല്ലെങ്കിൽ നമുക്ക് എക്യുപ്മെന്റ്സിന്റെയോ അവിടുത്തെ ഈ സിംബൽ അങ്ങ് ഒട്ടിച്ചു വെക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാലോ ബയോ ഹസാർഡ് ആണ്, നമ്മൾ അതിലേക്ക് ഇത് കൊടുക്കാൻ പോകണ്ട, എടുക്കാൻ പോകണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ളതിന് ബയോ ഹസാർഡ് സിംബൽ വെക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ബയോ ഹസാർഡ് symbol should be used on all container or equipment that contain biodangerous material. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഡാഷ് സിംബൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഡാഷ് സിംബൽ. ഓക്കെ. Biohazard symbol should be used on all container or equipment that contain biodangerous material. ഇനി അടുത്ത നോക്കിയേ, laboratory personnel should be completely trained in managing fire and non-fire emergencies like large spillage, gas leakage, etc. ഇനി laboratory സ്റ്റാഫുകൾക്ക് ഉണ്ടല്ലോ ഒരു പരിശീലനം കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. എന്താ? ഇൻ മാനേജിങ് ഫയർ. ഇനി എന്തെങ്കിലും തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് അതിനെ കൈകാര്യം ചെയ്യാം, അല്ലെ? അതിനെങ്ങനെ ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നോൺ ഫയർ എമർജൻസി ലൈക്ക് ലാർജ് സ്പില്ലേജ്, എന്തെങ്കിലും വാതക ചോർച്ചകളോ ഗ്യാസ് ലീക്കേജുകളോ എന്തെങ്കിലും അങ്ങനെയുള്ള ചോർച്ചകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെയുള്ള നോൺ ഫയർ എമർജൻസീസ് ആണ് ഫയർ എമർജൻസീസ്. അങ്ങനെയുള്ളതൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാം, ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ലബോറട്ടറി സ്റ്റാഫിനും പൂർണ്ണമായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണം. ക്ലിയർ ആണോ? നോക്കിയേ, നമ്മളിപ്പോ എത്ര 5 പോയിന്റ്സ് അല്ലേ പറഞ്ഞത്? ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നമുക്ക് കിട്ടിയോ? പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ഏതുമായിട്ട് ബന്ധപ്പെട്ട? ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട്, റിലേറ്റഡ് ടു ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ പാലിക്കേണ്ട ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ ആണോ? എല്ലാ ലബോറട്ടറി സ്റ്റാഫിനും എന്താണ് ലബോറട്ടറിയിലെ സേഫ്റ്റി പോളിസി പ്രൊസീജിയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അറിവുണ്ടായിരിക്കണം. ഈ അറിവുണ്ടായ പോരാ, എന്ത് ചെയ്യണം അവര്? അതിനനുസരിച്ച് എല്ലാ സമയത്തും അവര് അതിനനുസൃതമായിട്ട് തന്നെ അത് പെരുമാറണം. പിന്നെ അടുത്തതാണ് ഈ ലബോറട്ടറിയില് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ അതിന്റെ ഒരു ലിസ്റ്റ് ലബോറട്ടറി തയ്യാറാക്കണം. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഐവാഷ് ഫെസിലിറ്റി വേണം. പിന്നെ ബയോ ഹസാർഡ്, ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽ ഇല്ലേ, അത് അങ്ങനെയുള്ള ആ മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന കണ്ടെയ്നർ, എക്യുപ്മെന്റ്സ് അവിടെ ബയോ ഹസാർഡ് സിംബൽ ഉപയോഗിക്കണം. ബയോ ഹസാർഡ് സിംബൽ ഉപയോഗിക്കണം. ആ പോയിന്റ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ അടുത്ത എന്താ, എല്ലാ ലബോറട്ടറി സ്റ്റാഫിനും ഫയർ തീപിടുത്തം എങ്ങനെ ഉണ്ടാവുക, എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാം, നോൺ ഫയർ എമർജൻസി ഇതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. എന്നാൽ അങ്ങനെ ഒരു സംഭവം വന്നാൽ അവർക്കത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും പാനിക്കായി പോകും അല്ലേ, പെട്ടെന്ന് പാനിക്കായി പോകല്ലേ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ ആൾക്ക് പേടിച്ചു. അപ്പൊ അവർക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത 5 പോയിന്റ്സിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി മൊത്തം കൂടി പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ആനുവൽ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഷുഡ് ബി ക്വിക്ലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അഗ്നിശമന ഉപകരണങ്ങൾ, തീയൊക്കെ എടുത്തൊക്കെ ഉണ്ടായി അതിനൊക്കെ എടുത്തണ്ടേ, അതിനുള്ള മതിയായിട്ടുള്ള വിപുലമായിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്താ ലബോറട്ടറിയിൽ അവൈലബിൾ ആയിരിക്കണം. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഷുഡ് ബി ക്വിക്ലി, എപ്പോഴെങ്കിലും അല്ല പെട്ടെന്ന് കണ്ടോ, ക്വിക്ലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. Accident or incidents or injuries, records of laboratory personnel should be kept and intimated to the designated authority. ഇനി എന്തെങ്കിലും ആക്സിഡൻസ്, അപകടങ്ങളോ എന്തെങ്കിലും സംഭവങ്ങളോ എന്തെങ്കിലും ഇഞ്ചുറീസ്, മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അറിയോ, അതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണം. പിന്നെ അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ റെക്കോർഡ് കീപ്പ് ചെയ്യുകയും അതെന്ത് ചെയ്യണം, ആൻഡ് ഇന്റിമേറ്റഡ് ടു ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. എന്ത് ചെയ്യണം, ഇന്റിമേറ്റഡ് അറിയിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതോറിറ്റിയെ അറിയിക്കണം. ആൻഡ് ഇന്റിമേറ്റഡ് ടു ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതോറിറ്റി. അപ്പൊ അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ഇന്നൊരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ളത് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യണം. അതുപോലെ അതെന്താണ്, അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള അതോറിറ്റിയെ അറിയിക്കുകയും വേണം. ഓക്കെ, ഇനി do not chew gum, drink, smoke or eat while working in the lab. ഇനി ലാബിൽ വർക്ക് ചെയ്യുമ്പോഴേ നമ്മൾ എന്തെങ്കിലും വായിലിട്ട് ചവയ്ക്കാനോ അല്ലെങ്കിൽ ഡ്രിങ്ക് കുടിക്കാനോ സ്മോക്ക് ഒക്കെ വലിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നും പാടില്ല. ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ. ഓക്കെ, do not chew gum, drink, smoke or eat while working in the lab. Laboratory glassware should never be used for food or beverage containers. ഇനി എന്താ, ലബോറട്ടറിയിലെ പാത്രങ്ങളില്ലേ ഓരോന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കുന്ന ഗ്ലാസ് വെയേഴ്സ്, അത് നമ്മൾ ഒരിക്കലും ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നുമായിട്ട് ഉപയോഗിക്കരുത്. ക്ലിയർ അല്ലേ? Laboratory glasswares should never be used. നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഫുഡ് ഓർ ബിവറേജ് കണ്ടെയ്നേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത്രയും പോയിന്റ്സുകള് നിങ്ങൾ ഒന്ന് വായിച്ചു വെച്ചോണ്ട് പോലെ നമുക്ക് അടുത്ത ഈ ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ചേ ഉള്ളൂ ഇനി. എന്നിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. എളുപ്പമാണ്, പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. മോക്ക് ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് തരുന്നത് അതും ഒന്ന് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.